അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഹലോ, എന്താടാ കള്ളൂടിയാ? രാവിലെ വല്ല കലാപരിപാടി ഉണ്ടോ? എന്റെ കലാപരിപാടി അറിഞ്ഞിട്ട് നിനക്കെന്ത് കാര്യം? യാതൊരു കലാബോധവും ഇല്ലാത്ത അരസികൻ, പുസ്തകപ്പുഴു. ഏതാടാ പുതിയ പാർട്ടി? താഴെ ചെടി നനച്ചുകൊണ്ട് നിൽക്കുന്നു. അതിവിടുത്തെ ജോലിക്കാരിയാടാ. കൊള്ളാമല്ലോടാ, നല്ല ശരീരവടിവ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കയറി നിന്റെ ആസ്വാദനം ഒന്നും വേണ്ട. എന്നാ പിന്നെ നീ ആസ്വദിക്ക്. പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ. നിർത്തടാ. കാണുന്നതെല്ലാം വേണോ അല്ലേ? അവസാനം സ്വന്തപ്പെട്ടവരെ തിരിച്ചറിയാത്ത സ്ഥിതി വരരുത്. അത് നീ എനിക്കിട്ട് വെക്കുകയാണല്ലേ? എടാ മണ്ടൻ ജീനിയസേ, കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കിയാൽ അത് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. നിന്റെ കാര്യം പ്രശ്നം തന്നെ. പല കാര്യങ്ങളിലും പിടികിട്ടാത്ത ചില അവസ്ഥകളുണ്ട്. അതായത് എറിയാൻ അറിയാവുന്നവന്റെ അടുത്ത് കല്ല് കാണുകയില്ല. ഹലോ ദാസേട്ടാ. ഹായ്. ലാലെന്താ വല്ലപ്പോഴെങ്കിലും എസ്റ്റേറ്റിലൊന്നും വരാത്തത്? സമയം ഒത്തു കിട്ടുന്നില്ല ദാസേട്ടാ. ഇത്തിരി സമയമൊക്കെ കണ്ടുപിടിക്കണം. അച്ഛൻ മരിച്ചത് പിന്നെ ആന്റി അങ്ങോട്ട് വരുന്നതേ ഇല്ല. ദാസേട്ട എല്ലാ കാര്യങ്ങളും നന്നായി നോക്കുന്നുണ്ടല്ലോ. അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ആന്റി ഇല്ലേ? അകത്തുണ്ട്. ദാസോ വരൂ, എനിക്ക് എന്തുണ്ട് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് പേപ്പേഴ്സ് ഒപ്പിടിക്കാൻ വന്നതാ. തൊഴിലാളികൾക്ക് ഈ മാസത്തെ ശമ്പളത്തിനുള്ള ചെക്കും ഒന്ന് ഒപ്പിടണം. ലതികേ, ഒരു ചായ എടുക്ക. $16 ലക്ഷവും $14 ലക്ഷം അല്ലേ? അതെ. അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ആണല്ലോ? എല്ലാം അപ് ടു ഡേറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ പെശക് കണ്ടുപിടിച്ചോ? അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഒരു ഡബിൾ എൻട്രിയിൽ പറ്റിയ പിശക. ആഹാ. പുതിയ ജോലിക്കാരിയെ കിട്ടിയാലേ? ആ കുട്ടൻപിള്ള ഒരാളെ കൊണ്ടു തന്നു.
അവള് നല്ലൊരു പാചകക്കാരിയാ. അതൊരു അനുഗ്രഹായി. പക്ഷേ ഇത്തിരി പ്രായമുള്ള ഒരാളെ മതിയായിരുന്നു. പലരെയും നിർത്തി നോക്കിയതല്ലേ, അതൊന്നും ശരിയായില്ല. ഇവിടെ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നമുക്കിവിടെ ഒരു പയ്യനുള്ളതല്ലേ. പോരാത്തതിന് ആന്റി കൂടുതൽ സമയവും ആശ്രമത്തിലുമാ. എന്റെ മോനെ നിനക്കറിയില്ലേ ദാസേ? അവൻ അത്തരം സ്വഭാവമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ചിലതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്റെ മോനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, ഹലോ ആന്റി, എന്നെ മനസ്സിലായോ? ഞാൻ മാമംഗലത്തെയാണ്. മാമംഗലത്തെ പത്മനാഭന്റെ മകൾ. അയ്യോ മോളെ, എനിക്ക് മനസ്സിലായില്ല. നീ അമേരിക്കയിലല്ലായിരുന്നോ? അതെ. ആ, നിന്റെ പേര് ഞാൻ മറന്നുപോയി. ഷിബാനി. വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കേ. നിങ്ങളെല്ലാം കുടുംബസമേതം അമേരിക്കയിൽ പോയേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കാണാറില്ലല്ലോ. എല്ലാരും അങ്ങ് തിരിച്ചു പോന്നോ? ഇല്ല ആന്റി, ഞാൻ മാത്രമേ വന്നുള്ളൂ. ഇത് എന്റെ മോൻ ജീവൻലാൽ. ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയുണ്ടാവോ രണ്ടുപേർക്കും? മോനെ, ആ, ഇത് മാമംഗലത്തെ പത്മനാഭന്റെ മകളാ, ഷിബാനി. ഹലോ. ഹായ്. നിങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ട് വർഷങ്ങളായല്ലേ? 13 വർഷം കഴിഞ്ഞു. എനിക്ക് 10 വയസ്സുള്ളപ്പോ പോയതാ. എന്തൊക്കെയുണ്ട് അമേരിക്കയിലെ വിശേഷങ്ങൾ? ധാരാളം വിശേഷങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം ലാൽ എന്റെ വീട്ടിലേക്ക് വരണം. വായിക്കാനായി അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടത്തെ ബുക്ക് തന്നെ വായിക്കാൻ നേരമില്ലാത്തപ്പോ അമേരിക്കത്തെയും കൂടി വേണോ? ചിലതൊക്കെ ഉണ്ട്. ലാലിപ്പോ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ PhD ക്ക് വേണ്ടി ഒരു തീസിസ് തയ്യാറായിക്കൊണ്ടിരിക്കുക. വെരി ഗുഡ്. എന്തെങ്കിലും ബുക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ വരുത്തി തരാം. താങ്ക് യു വെരി മച്ച്. അപ്പോ ലാല എന്ന് വരും വീട്ടിലേക്ക്? ഒരു ദിവസം വിളിച്ചിട്ട് വരാം. ഞാൻ ഫോൺ നമ്പർ തരാം. ഇവിടുത്തെ നമ്പർ എനിക്കും തന്നേക്കോ. ഇങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു വന്ന ആ പയ്യൻ പെട്ടെന്ന് ആളങ്ങ് മാറി. അതെങ്ങനെ? ആ ജോലിക്കാരി ലതികയാണ് ഒരു പ്രശ്നമായി തീർന്നത്. ആ ശരി. ഇന്ന് ആശ്രമത്തിൽ പ്രത്യേക പൂജകളൊക്കെ ഉള്ള ദിവസാ. ഞാൻ വരാൻ വൈകും. കൂടുതൽ താമസിക്കില്ല. ഇല്ല, കുറച്ച്. ശരി കൊച്ചമ്മേ. വേണ്ടായിരുന്നു. ഉഫ്.